നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബഹ്റൈനിലേക്കുള്ള യാത്രക്കാർ ആകെ പ്രയാസത്തിലായിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മറ്റൊന്നുമല്ല, ലഗേജുകൾ മാറിയെടുക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. വിമാനയാത്ര നടത്തി മുൻപരിചയമില്ലാത്തവരാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അശ്രദ്ധയാണ് ലഗേജുകൾ മാറിപ്പോകാൻ പ്രധാന കാരണമെന്ന് അധികൃതരും ചൂണ്ടിക്കാണിക്കുന്നു. ബഹ്റൈനിലേക്ക് സന്ദർശക വിസ അനുവദിച്ചു തുടങ്ങിയതോടെ തന്നെ യാത്രക്കാരുടെ വരവ് കൂടിയിട്ടുമുണ്ട്. ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഇപ്പോൾ ധാരാളമായി വരുന്നുണ്ട്. അതിനാൽ ലഗേജുകളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നാണ് അധികൃതർ യാത്രക്കാർക്ക് നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം. നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ലഗേജ് എങ്ങനെയുള്ളതാണെന്ന് നോക്കി വെക്കണം. പെട്ടിയുടെ പുറത്ത് പേരെഴുതി വച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ബാഗ് ഏതാണെന്ന് നമുക്ക് നല്ല ധാരണയുണ്ടായിരിക്കണം. ഇതില്ലാത്തതാണ് പലപ്പോഴും അബദ്ധം പറ്റാൻ കാരണമെന്നാണ് സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പ്രമുഖ മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരേ രൂപത്തിലും നിറത്തിലുമുള്ള ധാരാളം ബാഗുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ പേര് പോലും ഒരുപോലെ ആയിരിക്കും. ഈ സാഹചര്യത്തിൽ യാത്രക്കാർ പരമാവധി ജാഗ്രത പാലിക്കണം. ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. ലഗേജുകളുടെ ഫോട്ടോ എടുത്ത് കയ്യിൽ സൂക്ഷിക്കണം. ബഹ്റൈനിലെത്തി ബാഗ് എടുത്ത് മൊബൈലിൽ സൂക്ഷിച്ചിട്ടുള്ള ഫോട്ടോയുമായി വെച്ച് നോക്കുക. ലഗേജിന് പുറത്ത് എല്ലാ വശങ്ങളിലും പേരെഴുതി വെക്കണം. മാഞ്ഞു പോകാത്ത രീതിയിലായിരിക്കണം പേര് എഴുതി വെക്കേണ്ടത്. പേരിനൊപ്പം സ്ഥലപ്പേരോ മറ്റോ എഴുതി ചേർത്തിരിക്കണം. ഇത് പെട്ടെന്ന് ബാഗുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ്. ബാഗ് മാറിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ തന്നെ വിമാനത്താവളത്തിലെ അറൈവൽ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് കൗണ്ടറിൽ പരാതി നൽകി പുറത്തിറങ്ങണം. മാറിക്കൊണ്ടുപോയാൽ ബാഗ് തിരികെ എത്തിക്കുമ്പോൾ അവർ നമ്മളെ വിവരം അറിയിക്കും. മറ്റൊരാളുടെ ബാഗ് എടുത്താണ് നിങ്ങൾ പോയതെങ്കിൽ ബോർഡിംഗ് പാസ്, ടിക്കറ്റ്, പാസ്പോർട്ട് എന്നിവ സഹിതം ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് കൗണ്ടറിൽ തിരികെ എത്തിക്കേണ്ടതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.